എന്താണ് സംസം വെള്ളം, അതിൻ്റെ മഹത്വം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അബൂദാവൂദ് അത്വയാലിസി റഹ്മത്തുള്ളാഹി അലൈ, ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളയല്ല, മറ്റൊരു മഹാനായ മുഹദ്ദിസാണ് അബൂദാവൂദ് അത്വയാലിസി റഹ്മത്തുള്ളാഹി അലൈ. അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ സ്വഹീഹായ നിലക്ക് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹദീസിൽ നമുക്ക് കാണാം, അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാൻ വേണ്ടി തൻ്റെ ഗോത്രത്തിൽ നിന്ന് മക്കയിലേക്ക് വന്ന സന്ദർഭം, അദ്ദേഹം ഏകദേശം ഒരു മാസക്കാലം മക്കയിൽ മസ്ജിദുൽ ഹറമിൽ അതിൻ്റെ പരിസരത്തായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അദ്ദേഹം പറയുകയാണ്, ഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻദു കം അൻത ഹാഹുന, എത്ര ദിവസമായി താങ്കൾ ഇവിടെ? അദ്ദേഹം പറയുകയാണ്, ഖുൽതു മുൻദു 30 യൗമൻ വലൈല, 30 പകലും രാത്രിയും എന്ന് പറഞ്ഞാൽ 30 ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഏകദേശം ഒരു മാസക്കാലം ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, മുൻദു 30 യൗമൻ വലൈല, 30 രാവും പകലുമോ? ഖുൽതു നഅം, അദ്ദേഹം പറഞ്ഞു, അതെ പ്രവാചകരെ. അപ്പോൾ സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫമാ കാന തുആമുക്, അപ്പോൾ എന്തായിരുന്നു ഭക്ഷണം കഴിച്ചത്, എന്ത് ഭക്ഷണമാണ് കഴിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാ കാന ലി തുആമുൻ വലാ ശറാബുൻ ഇല്ലാ മാ സംസം, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് ഒരു ഭക്ഷണവും ഉണ്ടായിരുന്നില്ല, മറ്റു പാനീയങ്ങളും ഉണ്ടായിരുന്നില്ല, എന്തൊഴികെ? ഇല്ലാ മാ സംസം, സംസം വെള്ളമൊഴികെ, അതുമാത്രം കഴിച്ചാണ് 30 ദിവസം ഞാനിവിടെ കഴിഞ്ഞത് എന്നു മാത്രമല്ല, അതുകൊണ്ട് ഞാൻ മെലിഞ്ഞുപോയി എന്നല്ല, വലഖദ് സമിൻതു, ഞാൻ തടിച്ചു, ഹത്താ തകസ്സറത് ഉകനു ബത്നി, എൻ്റെ വയറിൻ്റെ പാളികളിൽ മടക്ക് വരുവോളം. സാധാരണ നന്നായി ഭക്ഷണം കഴിച്ചാൽ വയറിൽ കാണുന്ന ആ മാറ്റം അതുവരെ ഉണ്ടായി. വമാ അജിദു അലാ കബ്ദി സഖ്ഫത ജൂഇൻ, ഞാൻ ഈ 30 ദിവസവും വിശപ്പ് എന്താണ് എന്ന് അറിഞ്ഞിട്ടില്ല, എൻ്റെ വയറ് വിശപ്പ് എന്താണ് എന്ന് അറിഞ്ഞിട്ടില്ല. ഞാൻ തടിച്ചു, എൻ്റെ വയറ്റിൽ അടയാളങ്ങൾ വരെ, മടക്കുകൾ വരെ വന്നു. ആ നിലക്ക് സംസം വെള്ളം എനിക്ക് ഉപകാരമായി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുത്ത മറുപടി, ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, ഇന്നഹ മുബാറക, തീർച്ചയായും അത് ബറക്കത്തുള്ളതാകുന്നു. മാഉ സംസം, അത് അങ്ങേയറ്റം ബറക്കത്തുള്ളതാണ്. വഹിയ ത്വആമു തുഅ്മിൻ, അത് ഭക്ഷണത്തിനുള്ള ഭക്ഷണമാണത്. വശിഫാഉ സുഖ്മിൻ, രോഗങ്ങൾക്കുള്ള ശിഫയുമാണത്. നോക്കൂ നിങ്ങൾ, ഒന്ന് ത്വആമു തുഅ്മിൻ, ഒരു ഭക്ഷണം എന്നുള്ള നിലക്ക് വെള്ളത്തിനും മറ്റു ഭക്ഷണത്തിനുമെല്ലാം പകരമായി നിലകൊള്ളുന്നതാണ് മാഉ സംസം. മാത്രമല്ല വശിഫാഉ സുഖ്മിൻ, അത് രോഗങ്ങളിൽ നിന്നുള്ള ശമനവുമാകുന്നു, രോഗങ്ങളിൽ നിന്നുള്ള ശമനവുമാകുന്നു. അപ്പോൾ രോഗങ്ങൾ മാറുവാനും അതേപോലെ തന്നെ വിശപ്പകറ്റുവാനും ദാഹം മാറ്റുവാനും എല്ലാം തന്നെ അനുഗ്രഹീതമായ വെള്ളമാണ് മാഉ സംസം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇബ്നു അബീ ശൈബ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാഉ സംസം ലിമാ ശുരിബ ലഹു, സംസം വെള്ളം അത് എന്ത് ഉദ്ദേശത്തിലാണോ കുടിക്കുന്നത് അതിനെല്ലാം ഉള്ളതാണ്. എന്തിനാണോ സംസം വെള്ളം നിങ്ങൾ കുടിക്കുന്നത് ആ ഉദ്ദേശത്തിനനുസരിച്ച് ആ സംസം വെള്ളം അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്നതാണ്. അതിനുള്ള ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണോ, ഏതൊരു ഉദ്ദേശമാണോ നമ്മുടെ മനസ്സിലുള്ളത് അതനുസരിച്ച് അതിൻ്റെതായ ഖൈറുകളുണ്ടാകും, ഫലമുണ്ടാകും എന്നാണ് ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് മഹാനായ ഇമാം അൻ-നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗ എന്ന കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തി, മഅനാഹു, അള്ളാഹുവിൻ്റെ റസൂൽ ആ പറഞ്ഞതിൻ്റെ അർത്ഥം, മൻ ശരിബഹു ലി ഹാജത്തിൻ നാലഹ,
എന്തൊരു ഉദ്ദേശം വെച്ചാണോ ഒരാൾ അത് കുടിക്കുന്നത് ആ ഉദ്ദേശം നടപ്പിൽ വരുന്നതാണ്. വഖദ് ജറബഹുൽ ഉലമാഉ വസ്സാലിഹൂന ലിഹാജാത്തിൻ ഉഖ്റവിയ്യ വദുനിയവിയ്യ. ഉലമാക്കളും സ്വാലിഹീങ്ങളുമായ ആളുകൾ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും പല കാര്യങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ട് സംസം വെള്ളം കുടിച്ചിട്ടുണ്ട്. ഫനാലൂഹ ബിഹംദില്ലാഹി തആല. സർവസ്തുതിയും അള്ളാഹുവിനാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്, അവൻ്റെ ഫضل കൊണ്ട്, അവൻ്റെ സ്തുതി കൊണ്ട് അവർക്കൊക്കെ അത് നേടിയെടുക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, സ്വാലിഹീങ്ങളും പണ്ഡിതന്മാരുമൊക്കെ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് തന്നെ സംസം വെള്ളം കുടിക്കാറുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംസം വെള്ളം എന്നുള്ളത് അങ്ങേയറ്റം ബറക്കത്തുള്ളതാണ്. ഇസ്ലാം നിഷിദ്ധമാക്കാത്ത, ഹലാലാക്കിയ ഏതൊരു കാര്യത്തിനു വേണ്ടിയും, ദുനിയാവിൻ്റെ ഏതൊരു കാര്യത്തിനു വേണ്ടിയും, അതേപോലെ തന്നെ പരലോകത്തിൻ്റെ ഹൈറുകൾ ഉദ്ദേശിച്ചുകൊണ്ടുമൊക്കെ തന്നെ സംസം വെള്ളം കുടിക്കാവുന്നതാകുന്നു എന്നാണ്. അത് നമ്മളുടെ മനസ്സിൽ ഉദ്ദേശമുണ്ടായാൽ മതി. അതിനപ്പുറത്ത് അത് നാവുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അതും ഹൈറ് തന്നെ, അത് കൂടുതൽ ഹൈറാണ് എന്നും ഉലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. പല മഹാന്മാരിൽ നിന്നും അപ്രകാരം ഉദ്ധരിക്കപ്പെട്ടിട്ടുമുണ്ട്. മുസന്നഫു അബ്ദുർ റസാഖ് അസ്സൻആനി അഥവാ അബ്ദുർ റസാഖ് അസ്സൻആനിയുടെ മുസന്നഫിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻ സംസം വെള്ളം കുടിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഇങ്ങനെ ദുആ ചെയ്തു എന്നാണ്: അസ്അലുക ഇൽമൻ നാഫിഅ, അല്ലാഹുവേ നിന്നോട് ഞാൻ ഉപകാരപ്രദമായ അറിവിനെ തേടുന്നു. വരിസ്ഖൻ വാസിഅ, ഉപജീവനത്തിൽ ഞാൻ നിന്നോട് വിശാലതയെ തേടുന്നു. വശിഫാഅൻ മിൻ കുല്ലി ദാഇൻ, എല്ലാ രോഗങ്ങളിൽ നിന്നും നീ എനിക്ക് ശിഫയും നൽകണമേ. നിങ്ങൾ നോക്കൂ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻ അവിടെ ഉപകാരപ്രദമായ ഇൽമ്, അത് ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന കാര്യമാണ്. അതേപോലെ തന്നെ വിശാലമായ റിസ്ഖ്, അതേപോലെ തന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നുമുള്ള ശമനം. അങ്ങനെ പ്രാർത്ഥിച്ചു. അദ്ദേഹം അത് പ്രാർത്ഥിച്ചപ്പോൾ മറ്റുള്ളവർ കേട്ടു. അപ്പോൾ മറ്റുള്ള ആളുകൾ കേൾക്കുന്ന രൂപത്തിൽ തന്നെ ദുആ ചെയ്താൽ വരെ കുഴപ്പമില്ല. കാരണം അവർക്കുകൂടി അത് ഗുണപാഠമാവുകയാണെങ്കിൽ. നമ്മുടെ സ്വകാര്യപരമായ കാര്യങ്ങളാണെങ്കിൽ മറ്റുള്ളവരെ കേൾപ്പിക്കേണ്ടതില്ല. എന്നാൽ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന, മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാകുന്ന രൂപത്തിലാണെങ്കിൽ തൊട്ടടുത്തുള്ള ആളുകൾ കേട്ട് അവരും കൂടി പ്രാവർത്തികമാക്കട്ടെ എന്നുള്ള നിലക്ക് ഒരല്പം ഉറക്കെ ദുആ ചെയ്താൽ വരെ കുഴപ്പമില്ല. അതേപോലെ തന്നെ ഇനി മറ്റുള്ളവർ കേൾക്കുന്നില്ലെങ്കിൽ പോലും ചുണ്ടനക്കിക്കൊണ്ട് തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് സംസം വെള്ളം കുടിക്കുക. തീർച്ചയായും ആ കാര്യം ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മാത്രമല്ല, താരീഖു ബഗ്ദാദിൽ ഇബ്നു അസാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം നടത്തിയ ഒരു ദുആ ഉദ്ധരിക്കുന്നുണ്ട്. സംസം വെള്ളം കുടിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം റഹ്മാനായ റബ്ബിനോട് പറയുകയാണ്: അല്ലാഹുവേ, ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഹദീസിലുള്ളത് മാ ഉ സംസം ലിമാ ശുരിബ ലഹു, സംസം വെള്ളം എന്തുദ്ദേശത്തിലാണോ കുടിക്കുന്നത് ആ ഉദ്ദേശം ലഭിക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വഹാദ അശ്റബുഹു ലിഅതശിൽ ഖിയാമ, അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാളിലെ ദാഹം, ആ ദാഹം ഇല്ലാതിരിക്കുക എന്ന നിയ്യത്തോടുകൂടി ഞാനിതാ കുടിക്കുന്നു. സുമ്മ ശരിബഹു, എന്നിട്ട് അദ്ദേഹം അത് കുടിച്ചു എന്നാണ്. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്ത പോയത് നോക്കൂ. നമ്മുടെ ഒന്നും മനസ്സുകളിലേക്ക് പോലും വരാത്ത ഒരു ചിന്ത. അല്ലാഹുവേ, ഖിയാമത്ത് നാളിൻ്റെ ആ ദാഹത്തിൽ നിന്ന് നീ എനിക്ക് ശമനം നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസം വെള്ളം കുടിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദുആ. അപ്പോൾ നമുക്കെല്ലാവർക്കും സംസം വെള്ളം കുടിക്കുമ്പോൾ ഉള്ള ദുആ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു ദുആയിൽ അതിനെ പരിമിതപ്പെടുത്തിയിട്ടില്ല. മറിച്ച് ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും നല്ല നല്ല ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ടോ റഹ്മാനായ റബ്ബിനോട് തേടിക്കൊണ്ട് സംസം വെള്ളം കുടിക്കുക. സംസം വെള്ളം കുടിക്കുമ്പോൾ അങ്ങനെ ദുആ ചെയ്യുക എന്നുള്ളത് വളരെ ഹൈറായ കാര്യമായിട്ടാണ് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി
അദ്ദേഹം പറഞ്ഞതായി അദ്ദേഹത്തിൻ്റെ മജ്മൂഉൽ ഫതാവയിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, വയുസ്തഹബ്ബു അൻ യശ്റബ മിൻ മാഇ സംസം വയതവല്ലഅ മിൻ. സംസം വെള്ളം കുടിക്കലും അങ്ങനെ കുടിച്ചു വയറ് നിറയ്ക്കലും നല്ലതാണ്. എന്ന് പറഞ്ഞാൽ സംസം വെള്ളം നമുക്ക് ആവശ്യത്തിന് തന്നെ കുടിക്കാം, നന്നായി കുടിക്കാം. മാത്രമല്ല വയദ്ഉ ഇൻദ ശുർബിഹി ബിമാ ശാഅ മിനൽ അദ്ഇയത്തി ശർഇയ്യ. ശർഇൽ വന്നിട്ടുള്ള, ശർഇയായി അനുവദിക്കപ്പെട്ടിട്ടുള്ളതും ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ളതും അതോടൊപ്പം തന്നെ ഇസ്ലാം നിഷിദ്ധമാക്കാത്തതുമായ ഏത് കാര്യങ്ങളും സംസം വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ ദുആ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മളുടെ ആവശ്യങ്ങളും നമ്മുടെ ദുആകളും സ്വീകരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വസീല തന്നെയായി സംസം വെള്ളം കുടിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങേയറ്റം അനുഗ്രഹീതമായ വെള്ളമാണ് സംസം വെള്ളം. ഹറമിലൊക്കെ പോകുന്ന ആളുകൾ, ഉംറക്കൊക്കെ പോകുന്ന ആളുകൾ ധാരാളമായി സംസം വെള്ളം കുടിക്കുക. നമ്മുടെ ആവശ്യങ്ങളൊക്കെ റഹ്മാനായ റബ്ബിനോട് ദുആ ചെയ്യുക. രോഗങ്ങൾ, പ്രയാസങ്ങളൊക്കെ നീങ്ങാനും ആരോഗ്യമുണ്ടാകാനും ബുദ്ധിശക്തി ഉണ്ടാകാനും ഹിഫ്ളിൽ ബറക്കത്തുണ്ടാകുവാനും കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നീങ്ങാനും കടബാധ്യതകൾ നീങ്ങാനും പരലോകത്തെ കാര്യങ്ങളൊക്കെ ഹൈറാവാനും ഖബറിലെ പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടാനും അങ്ങനെ തുടങ്ങി ഹൈറായ എല്ലാ ദുആകളും നമുക്ക് നടത്താവുന്നതാണ്. അതേപോലെ തന്നെ സാധിക്കുന്ന ആളുകൾ സംസം വെള്ളം ശേഖരിച്ച് അവരുടെ വീടുകളിലേക്ക് കൊണ്ടുവരിക. പ്രിയപ്പെട്ട ആളുകൾക്കും ബന്ധുമിത്രാദികൾക്കും കൂട്ടുകാർക്കുമൊക്കെ അത് കൊടുക്കാം. കാരണം അവർക്കും ആ സംസം വെള്ളം കുടിക്കുന്നതിൻ്റെ ബറക്കത്ത് അവർക്കും ഉപയോഗപ്പെടുത്താമല്ലോ. അപ്പോൾ ആ നിലക്കൊക്കെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അപ്പോൾ സംസം വെള്ളം കുടിക്കുമ്പോൾ ഈ നിലക്ക് നല്ല നല്ല നിയ്യത്തോടു കൂടിയും നല്ല നല്ല പ്രാർത്ഥനകളോടുകൂടിയും കുടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. തീർച്ചയായും നമുക്കത് ലഭിക്കുന്നതാണ് എന്ന് വളരെ കൃത്യമായ സ്വഹീഹായ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടതാണ്. ഞാൻ നിങ്ങളും അത് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ.